പത്തനംതിട്ട തുലാപ്പള്ളി പുളിയങ്കുന്ന് മലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബിജുവിന്റെ സംസ്കാരം ബുധനാഴ്ച നടക്കും. ബിജുവിന്റെ കുടുംബത്തിന് പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുക കുടുംബത്തിന് കൈമാറി. ബുധനാഴ്ച രാവിലെ ബിജുവിന്റെ മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം 9 മണിയോടെ പള്ളിയിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് ഉച്ചയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ബിജുവിന്റെ കുടുംബത്തിന് നൽകുമെന്ന് പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുകയായ 10 ലക്ഷം രൂപയുടെ പകുതി 5 ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറി. 50 ലക്ഷം വേണമെന്നാണ് സമരക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. ഇക്കാര്യം സർക്കാരിനെ അറിയിക്കും. ബിജുവിന്റെ കുടുംബത്തിലെ ഒരാൾക്ക് താൽക്കാലിക ജോലിയും നൽകും. ഇതിനിടെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറെ നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കൃഷി നശിപ്പിച്ച കാട്ടാനയെ തുരത്താനുള്ള ശ്രമത്തിനിടെയാണ് ബിജു കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ കണമല വനം വകുപ്പ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷമുണ്ടായി. സ്ഥാനാർത്ഥികളായ ആന്റോ ആന്റണി, അനിൽ ആന്റണി, മാർത്തോമ സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസനാധിപൻ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. റോഡ് ഉപരോധം അവസാനിപ്പിക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി. ബിജുവിനെ ആക്രമിച്ച കാട്ടാനയെ മയക്കുവെടിവെച്ച് കാട്ടിലേക്ക് തുരത്താനുള്ള തീരുമാനത്തിൽ ഒരു ഉറപ്പും ലഭിക്കാത്ത സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ഉറപ്പ് നടപ്പിലാക്കാതെ വന്നാൽ സമരവുമായി മുന്നോട്ടു പോകുമെന്നാണ് നാട്ടുകാരുടെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.